അപ്പോൾ ഇതേപോലെ നല്ല പഴുത്ത പഴം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, ധാരാളം എണ്ണ കുടിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പഴംപൊരി പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ പഴം ഉണ്ടാകും. അതിന് നമ്മൾ പഴംപൊരിക്ക് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് മൈദ, അതേപോലെ തന്നെ ഒരു നുള്ള് കോൺഫ്ലവറിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ അരിപ്പൊടിയും പിന്നെ ഒരു മുട്ടയും ഉടച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെയാണോ പഴംപൊരി ഉണ്ടാക്കുന്നത് അതേപോലൊക്കെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇതിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ നന്നായി പൊന്തിയിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഈ പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ പഴം ഒന്ന് അരിഞ്ഞിട്ടൊന്ന് പീച്ചി കൊടുക്കാം. ഈ മാവിലോട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ശേഷം ഇതേ ഈ പരുവം ആയിട്ടുണ്ടാവും. ഈ പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് എത്ര ഓയിൽ മതി, ഈ ഓയിലിൽ തന്നെ അത് കംപ്ലീറ്റ് പൊരിച്ചെടുത്തത് കേട്ടോ. ഞാൻ ഓയിലൊക്കെ ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും, പെട്ടെന്ന് ആവും കേട്ടോ. അത് ഞാൻ പൊടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ച് നന്നായി അടിച്ചെടുത്താൽ നല്ല വീർത്ത് വരും സംഭവം. പഴംപൊരി ആണെന്നുണ്ടെങ്കിലും ഈ പഴം ഉണ്ടാണെന്നുണ്ടെങ്കിലും നന്നായി വീർത്ത് വരും. അതാ ഞാനിത് ആയിക്കഴിഞ്ഞതിന് ശേഷം മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പരിവായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ്